ഹലോ വെൽക്കം ബാക്ക്. നമ്മുടെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആക്റ്റീവ് ഇൻഗ്രീഡിയന്റിനെ കുറിച്ചിട്ടാണ്. ആക്റ്റീവ് ഇൻഗ്രീഡിയൻസിനെ കുറിച്ചിട്ട് ഞാൻ വേറൊരു വീഡിയോ മുന്നേ ചെയ്തിരുന്നു. ഇതല്ല, ഇത് നമ്മൾ ഒരു സ്പെസിഫിക് ആക്റ്റീവ് ഇൻഗ്രീഡിയന്റിനെ കുറിച്ചിട്ടാണ് ഇത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഇൻഗ്രീഡിയന്റ് ഏതാണെന്ന് വെച്ചാൽ റെറ്റിനോൾ ആണ്. റെറ്റിനോൾ എന്ന് പറയുന്ന ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ റെറ്റിനോളിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അതായത് റെറ്റിനോൾ വന്നിട്ട് എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്, ഏത് ഏജിലാണ് നമ്മളത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ അത് ഏത് ടൈമിലാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, അതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ വിത്തൗട്ട് ഗെറ്റിംഗ് ഫർദർ ഡിലേ, ലെറ്റ്സ് സ്റ്റാർട്ട്. റെറ്റിനോൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. റെറ്റിനോൾ എന്ന് പറയുന്നത് വൈറ്റമിൻ എയുടെ ഒരു ഫോം ആണ്. ഇത് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് സൈൻസ് ഓഫ് ഏജിങ്, അതായത് ഫൈൻ ലൈൻസ്, റിങ്കിൾസ്, അതുപോലെയുള്ള സൈൻസ് ഓഫ് ഏജിങ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റെറ്റിനോൾ യൂസ് ചെയ്യുന്നത്. ഈ പ്രോഡക്റ്റ് വന്നിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എപ്പോഴാണെന്ന് പറഞ്ഞാൽ നൈറ്റ് ടൈമിലാണ്. കാരണം എന്താണെന്നാൽ നമ്മൾ ഈ റെറ്റിനോൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്ന് സൺലൈറ്റിൽ ആ ഒരു ഇതിലേക്ക് പോകുമ്പോൾ നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് സെൻസിറ്റീവ് ആവും. അപ്പം നമുക്ക് സൺ ഡാമേജസ് വരാനൊക്കെ ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇത് യൂസ് ചെയ്യാനായിട്ട് ആപ്റ്റ് ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത് നൈറ്റ് ടൈം ആണ്. അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നൈറ്റിലാണ് ഇത് യൂസ് ചെയ്യുന്നതെങ്കിലും നമ്മൾ അടുത്ത ദിവസം പുറത്തേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ മസ്റ്റ് ആയിട്ട് ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിരിക്കണം. കാരണം ഞാൻ പറഞ്ഞതുപോലെ ഈ റെറ്റിനോൾ നമ്മുടെ സ്കിന്നിനെ വളരെയധികം സെൻസിറ്റീവ് ആക്കും. സോ നമ്മൾ നെക്സ്റ്റ് ഡേ പുറത്ത് പോകുമ്പോൾ അതെല്ലാം നമുക്ക് സൺ എക്സ്പോഷർ ഏൽക്കാൻ സാധ്യതയുണ്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു സൺ പ്രൊട്ടക്ഷൻ അപ്ലൈ ചെയ്യേണ്ടത് മസ്റ്റ് ആണ്. ഇനി അടുത്ത് ഞാൻ ക്ലിയർ ചെയ്യാൻ പോകുന്നത് ഏത് ഏജ് ഗ്രൂപ്പ് മുതലാണ് നമ്മൾ ഈ ഒരു റെറ്റിനോൾ യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നാണ്. പൊതുവായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് റെറ്റിനോൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഏജ് ഗ്രൂപ്പ് ഒന്നുമില്ല, അങ്ങനെ റൂൾസ് ഒന്നുമില്ല. നമ്മൾ ഇന്ന ഏജിൽ മാത്രമേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവൂ, അല്ലെങ്കിൽ ഈ ഏജിൽ യൂസ് ചെയ്തുകൂടാ, അങ്ങനെ ഒരു പ്രത്യേകിച്ച് റൂൾസ് ഒന്നും ഈ ഒരു റെറ്റിനോളിൽ ഇല്ല. കോമൺ ആയിട്ട് പറയപ്പെടുന്നത് നമുക്ക് റെറ്റിനോൾ വന്നിട്ട് ഒരു 20s മുതൽ, നമ്മുടെ 20s മുതൽ തന്നെ നമുക്ക് യൂസ് ചെയ്ത് തുടങ്ങാം എന്നുള്ളതാണ് ഈ ഒരു കോമൺ ആയിട്ട് ഇതിൽ പറയുന്നത്. കാരണം ആ ഒരു ആന്റി ഏജിങ് പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഒരു ആന്റി ഏജിങ് എഫക്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് 20s മുതൽ യൂസ് ചെയ്യാമെന്നാണ് കോമൺ ആയിട്ട് പറയപ്പെടുന്നത്. ബട്ട് ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ നമ്മളൊരു 30+ ശേഷം മാത്രം റെറ്റിനോൾ യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. അതുപോലെ നമ്മൾ ഫസ്റ്റ് ടൈം ഇത് യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ബെറ്റർ ടു സ്റ്റാർട്ട് ലോ ആൻഡ് സ്ലോ. അതായത് നമ്മൾ എപ്പോഴും ഒരു ലോ കോൺസെൻട്രേഷനിലുള്ള ഒരു റെറ്റിനോൾ മാത്രം തിരഞ്ഞെടുക്കുക. അതുപോലെ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ ഇന്റർവൽ ഗ്യാപ്പ് കുറച്ച് അധികമായിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതായത് വീക്ക്ലി വൺസ് അങ്ങനെയൊക്കെ മാത്രമേ നമ്മൾ ഫസ്റ്റ് ടൈം അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ നമ്മൾ മറ്റുള്ള സിറംസ് പോലെ ഡെയിലി ആപ്ലിക്കേഷൻ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ചെയ്യാൻ പാടില്ല. എപ്പോഴും വി ഹാവ് ടു ഗോ ഇൻ എ ലോ ആൻഡ് സ്ലോ മോഡ്. ഇത് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ കോൺസെൻട്രേഷൻ വന്നിട്ട് ഒരു 0.01 മുതൽ 1% വരെയുള്ള കോൺസെൻട്രേഷൻ ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എസ്പെഷ്യലി ഇഫ് യു ആർ എ ബിഗിനർ ടു റെറ്റിനോൾ, നമ്മൾ അതിന്റെ കോൺസെൻട്രേഷൻ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഈ വൈറ്റമിൻ എ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ സ്കിന്നിനെ ഭയങ്കരമായിട്ട് സെൻസിറ്റീവ് ആകും. അതുകൊണ്ട് തന്നെ കോൺസെൻട്രേഷൻ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ വീക്ക്ലി വൺസ് മാത്രം ഫസ്റ്റ് യൂസ് ചെയ്ത് തുടങ്ങുക. കുറച്ചധികം നാൾ തന്നെ നമ്മൾ അങ്ങനെ യൂസ് ചെയ്ത് നമ്മുടെ സ്കിന്നിലേക്ക് ഈ ഒരു പ്രോഡക്റ്റ് സെറ്റ് ആയതിനു ശേഷം മാത്രം നമുക്ക് വീക്ക്ലി ട്വൈസ് ത്രൈസ് ഒക്കെ പോലെ നമുക്ക് യൂസ് ചെയ്യാം. ഡെയിലി യൂസ് ചെയ്യാനായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. എപ്പോഴും ഒരു വീക്ക്ലി ട്വൈസ് ആണ് മാക്സിമം. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന വീക്ക്ലി ട്വൈസ് ആണ് ഈ ഒരു റെറ്റിനോൾ സിറംസ് യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ യൂസ് ചെയ്ത് തുടങ്ങാം. അതുപോലെ നമ്മളിത് അപ്ലൈ ചെയ്യുമ്പോൾ ഇതിന്റെ ക്വാണ്ടിറ്റിയും നമ്മൾ ശ്രദ്ധിക്കുക. ഒരുപാട് എടുത്തിട്ട് നമ്മൾ ഫുൾ ഫേസിൽ അപ്ലൈ ചെയ്ത് വളരെ കുറച്ച് മാത്രം നമ്മൾ എടുത്ത് അപ്ലൈ ചെയ്യുക. അത്രയും പ്രോഡക്റ്റ് മതിയാവും നമ്മുടെ ഹോൾ ഫേസിലേക്ക്. സോ അതുകൊണ്ട് തന്നെ എപ്പോഴും ക്വാണ്ടിറ്റി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഈ റെറ്റിനോൾ യൂസ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ എന്തെങ്കിലും ഫേഷ്യൽ ട്രീറ്റ്മെന്റ്സ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് നോർമൽ ഫേഷ്യൽ ട്രീറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ലേസ്, പീൽസ് പോലെയുള്ള ഫേഷ്യൽ ട്രീറ്റ്മെന്റ്സ് ഒക്കെ നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മിനിമം ഒരു 1 വീക്ക് മുന്നെയെങ്കിലും ഈ റെറ്റിനോൾ യൂസേജ് നമ്മൾ കുറയ്ക്കേണ്ടതാണ്, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് സ്റ്റോപ്പ് ചെയ്യേണ്ടതാണ്. കാരണം നമ്മൾ ഈ റെറ്റിനോൾ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് സെൻസിറ്റീവ് ആകും. സോ നമ്മൾ മറ്റുള്ള ട്രീറ്റ്മെന്റ്സ് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ സ്കിൻ ഇതുപോലെ സെൻസിറ്റീവ് ആയിരുന്നാൽ നമുക്ക് റിയാക്ഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആ ഒരു ട്രീറ്റ്മെന്റിന്റെ എഫക്റ്റ് നമുക്ക് പൂർണ്ണമായിട്ട് നമ്മുടെ സ്കിന്നിന് കിട്ടില്ല. അങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ മിനിമം ഒരു 1 വീക്ക് ബിഫോർ എങ്കിലും നമ്മൾ ഈ റെറ്റിനോൾ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾക്ക് എന്തെങ്കിലും ഫേഷ്യൽ ട്രീറ്റ്മെന്റ്സ് ചെയ്യാനായിട്ട് പോകാൻ പാടുള്ളൂ. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ പ്രഗ്നന്റ് ആണെങ്കിലോ അതല്ലെങ്കിൽ നമ്മൾ കൺസീവ് ആകാൻ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ബ്രസ്റ്റ് ഫീഡിങ് ടൈം, ഈ 3 ടൈമിൽ നമ്മൾ റെറ്റിനോൾസ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. നമ്മൾ യൂസ് ചെയ്യാനേ പാടില്ല. ഈ ടൈംസിലൊക്കെ തന്നെ നമ്മൾ റെറ്റിനോൾ കഴിവതും അവോയ്ഡ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ റെറ്റിനോൾ നിങ്ങളുടെ സ്കിന്നിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് വീഡിയോ. ഹോപ്പ് ദിസ് വീഡിയോ ഹെൽപ്പ്. വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. സോ വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.